കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിൽ ടൈറ്റാൻ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു. ടൈറ്റാൻ 0.72% ഉയർന്ന് 3476 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ജ്വല്ലറി സെഗ്മെൻറ്റിൽ തന്നെ ഏകദേശം 25% വളർച്ച കൈവന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകൾ ഈ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയേക്കാം. ടൈറ്റാൻ്റെ സ്റ്റാൻഡ് അലോൺ റവന്യൂ 24% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ കാരറ്റ് ലൈനും ടൈറ്റാനും ചേർന്ന് 69ലധികം പുതിയ സ്റ്റോറുകൾ ഈ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഇതുവഴി ടൈറ്റാൻ്റെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 3240 ഉയർന്നു. സെഗ്മെൻറ്റ് വൈസ് പെർഫോമൻസ് നോക്കിയാൽ ജ്വല്ലറി സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ്സിൽ 26% വളർച്ചയാണ് ടൈറ്റാൻ കൈവരിച്ചത്. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ 15%, ഐ കെയർ ബിസിനസ്സിൽ 18%, എമർജിംഗ് ബിസിനസ്സിൽ 5% വളർച്ച കമ്പനി കൈവരിച്ചു. ഏകദേശം 25%-ലധികം വളർച്ച ടൈറ്റാനെ കൈവരിക്കാൻ സഹായിച്ചത് ഫെസ്റ്റീവ് സീസണിലെയും അതുപോലെ തന്നെ വെഡ്ഡിംഗ് സീസണിലുമുണ്ടായ ഗോൾഡിൻ്റെ ഡിമാൻഡാണ്. ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്ന് ജ്വല്ലറി സെഗ്മെൻറ്റിൽ സിംഗിൾ ഡിജിറ്റിൽ നിന്നും ഡബിൾ ഡിജിറ്റിലേക്കുള്ള ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ഗോൾഡ് കോയിൻ സെയിൽസ് 48% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ചെയ്തു. ടൈറ്റാൻ്റെ സബ്സിഡറിയായ തനിഷ്ക് 24 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും മിയ 13 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ ടൈറ്റാൻ 23 സ്റ്റോറുകളാണ് ഓപ്പൺ ചെയ്തത്. ഇതിൽ ടൈറ്റാൻ വേൾഡ് 12 സ്റ്റോറുകളും ഹിലിയോസ് 10 സ്റ്റോറുകളും ഫാസ്റ്റ് ട്രാക്ക് 1 സ്റ്റോറും ഓപ്പൺ ചെയ്തു. ഐ കെയർ സെഗ്മെൻറ്റിലും കമ്പനി 17% ഇയർ ഓൺ ഇയറിൽ വളർച്ച കൈവരിച്ചു. ടൈറ്റാൻ സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്ത കാരറ്റ് ലൈനും ന്യൂ ജേഴ്സിയിൽ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റോറിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു. കൂടാതെ കാരറ്റ് ലൈൻ 19 പുതിയ സ്റ്റോറുകളാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇതുവഴി കാരറ്റ് ലൈനിൻ്റെ സ്റ്റോറുകളുടെ എണ്ണവും 305 ഉയർന്നു. ടൈറ്റാൻ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതേസമയം 3500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 3500-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയും മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ 3780, 3880 തുടങ്ങിയ ലെവലുകളിലേക്ക് ടൈറ്റാൻ ഉയർന്നേക്കാം. ജ്വല്ലറി സെഗ്മെൻറ്റിലെ മറ്റ് സ്റ്റോക്കുകളെയും നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ തന്നെ അട്രാക്റ്റീവ് ക്യാൻഡിൽ പാറ്റേൺ കാണുന്ന ഒരു സ്റ്റോക്കാണ് RBZ ജ്വല്ലർ എന്ന സ്റ്റോക്ക്. RBZ ജ്വല്ലറിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു. സ്റ്റോക്ക് പലപ്പോഴും അപ്പർ ലോവർ സർക്യൂട്ടിലേക്ക് മാറാറുണ്ട് എന്നുള്ളത് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന നെഗറ്റീവ് പോയിൻ്റാണ്. അതേസമയം 250 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാനും 250-ൽ നിന്നും ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 100 പോയിൻറ്റിൻ്റെ അപ്സൈഡ് ലഭിക്കാനും ശേഷിയുള്ള ഒരു സ്റ്റോക്കാണ് RBZ ജ്വൽ. അതേസമയം RBZ ജ്വൽ എന്ന സ്റ്റോക്ക് ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു സ്റ്റോക്ക് കൂടിയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടിറ്റാഗർ റെയിൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2% ഇടിഞ്ഞ് 1094 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന റെയിൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ടിറ്റാഗർ റെയിൽ എന്ന സ്റ്റോക്ക്. ടിറ്റാഗർ റെയിൽ ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷന് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് ട്രെയിൻ സെറ്റ് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. 18 കിലോമീറ്റർ ദൂരം, അതായത് ഇലക്ട്രോണിക് സിറ്റി എന്ന ബിസിനസ് ഹൈവിനെ മറ്റുള്ള സിറ്റിയുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഡ്രൈവർലെസ് ട്രെയിൻ സെറ്റ് ബാംഗ്ലൂർ മെട്രോ ഉപയോഗപ്പെടുത്തുക. ഇത് കമ്പനിയുടെ റെയിൽ സെക്ടറിലെ ഇനിഷ്യേറ്റീവിനെയും കേപ്പബിലിറ്റീസിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് വരും സമയങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. അതായത് റെയിൽ സെക്ടറിലെ എക്സ്പാൻഷൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് ടിറ്റാഗർ റെയിൽ. ടിറ്റാഗർ റെയിൽ എന്ന സ്റ്റോക്കും സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. 1075 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. 1000 വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും. സ്റ്റോക്കിനെ താല്പര്യമുള്ളവർക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്